ഇന്നത്തെ നമ്മുടെ വിഭവം പുട്ടാണ് കേട്ടോ. പുട്ടിന് പ്രധാനമായിട്ട് എന്ത് വേണം? തേങ്ങ വേണം. അങ്ങനെ തേങ്ങ തപ്പാൻ വേണ്ടി ഞാൻ ഫ്രിഡ്ജ് തുറന്നേ. പക്ഷേ ഫ്രിഡ്ജിൽ തേങ്ങയില്ല. അച്ചടാ, ഞാൻ പെട്ടു. ഇനി എന്ത് ചെയ്യും? തേങ്ങ പൊതിച്ച് തന്നെ എടുക്കണം. നല്ലൊരു ഉണക്ക തേങ്ങ കയ്യിലെടുത്തു. ഷോ, ഇതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ തേങ്ങ പൊതിക്കൽ. ഞാനിതിനു മുന്നേ തേങ്ങ പൊതിച്ചിട്ടേയില്ല. പിന്നെ എല്ലാവരും എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ ഞാൻ നമ്മുടെ തേങ്ങാ പൊതിക്കൽ യന്ത്രം കയ്യിലെടുത്തു. നല്ലൊരു സ്ഥലത്ത് ഫിറ്റ് ചെയ്തു. ആ ഒരു തേങ്ങ എടുത്ത് അതിൻ്റെ പുറത്തിട്ട് നന്നായിട്ട് കുത്തി പതുക്കെ പതുക്കെ പൊതിച്ചെടുത്തു കേട്ടോ. പക്ഷെ ആദ്യം ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു. കാരണം ഇതെൻ്റെ ആദ്യത്തെ ജോലിയാണ്. ഇതിനു മുന്നെയാണ് ഞാൻ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ഏത് ജോലിയും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമല്ലേ. പക്ഷെ ഞാൻ വിടോ, നമ്മളെല്ലാം സക്സസ് എത്തിയിട്ടേ പിന്മാറുള്ളൂ. അങ്ങനെ ഞാൻ ദീർഘനേരത്തെ പരിശ്രമത്തിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം കുത്തിപ്പൊതിച്ച് നമ്മുടെ തേങ്ങാക്കൂട്ടിനെ പുറത്തെടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. അവർ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ ഓരോ തേങ്ങയെ പൊതിച്ച് നല്ല നല്ല പലഹാരങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി തരണത്. ഷോ, ഇപ്പോഴാ ഞാൻ എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടൊക്കെ ഒന്ന് ഓർത്തു പോയത്. എനിക്കിപ്പോൾ അമ്മേനോട് വല്ലാത്തൊരു സ്നേഹം തോന്നുന്നു. പിന്നെ ഏത് ജോലിയും നമ്മൾ ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഭാവിയിൽ നമുക്കത് വളരെയേറെ ഉപകാരപ്പെടും. അങ്ങനെ ഞാൻ ചെയ്യാൻ ഉറച്ച എൻ്റെ ജോലി വളരെ ഭംഗിയായിട്ട് ഞാൻ പൂർത്തിയാക്കി കേട്ടോ. പിന്നെ അതിൻ്റെ പുറത്തുള്ള കുറച്ച് ചകിരിനാരൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ നല്ലൊരു വക്കത്തിയെടുത്ത് വെട്ടി ക്ലീൻ ചെയ്തു കേട്ടോ. എന്തൊരു ഭംഗിയുള്ള തേങ്ങ! കയ്യിലെടുത്തപ്പോൾ എനിക്ക് തന്നെ വല്ലാത്തൊരു അഭിമാനം തോന്നി. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ തേങ്ങ പൊതിക്കലിൽ നിന്ന് കിട്ടിയ തേങ്ങാക്കുട്ടൻ. പിന്നെ അടുത്ത ജോലി തേങ്ങ പൊട്ടിക്കണം. ഇതെനിക്ക് നിസ്സാരമാണ്. കാരണം മിക്ക ആഴ്ചയും ഈ ജോലി ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ അതിലുണ്ടായ വെള്ളം ഞാൻ പൊട്ടിച്ച് പുറത്തെടുത്തു കേട്ടോ. അത്യാവശ്യം നല്ല വെള്ളമുള്ള തേങ്ങയായിരുന്നു. കാരണം പൊതിക്കുന്ന സമയത്ത് നന്നായിട്ട് കുലുങ്ങുന്നുണ്ടായിരുന്നു. തേങ്ങാ വെള്ളം മാറ്റിയതിന് ശേഷം നമ്മുടെ തേങ്ങയെ രണ്ടായിട്ട് പൊട്ടിച്ച് മാറ്റി വെച്ചു കേട്ടോ. ശേഷം ആ ഉണ്ടായിരുന്ന വെള്ളം ഞാൻ ഒന്ന് കുടിച്ചു നോക്കിയേ. പക്ഷേ നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള വെള്ളം. ഇന്നത്തെ ജോലി ഇവിടം കൊണ്ട് പൂർത്തിയായി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ശുഭദിനം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.